ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ട്രിച്ചി സിറ്റിക്കകത്ത് തിരുച്ചിനാപ്പള്ളി എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് തിരുവാനിക്കാവലിനുള്ള ക്ഷേത്രം, ശിവക്ഷേത്രമാണിത്. പഞ്ചഭൂത സ്ഥലമായ ജലതത്വത്തിൽ നിൽക്കുന്ന ക്ഷേത്രമാണിത്. ചെറിയ ഒരു ശിവലിംഗം ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കുറച്ച് നിൽക്കുന്നത്. അപ്പോൾ ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിങ്ങനെ കുനിഞ്ഞാണ് ഇത് തൊഴേണ്ടത്. നമ്മൾ അടുത്ത് തന്നെ ചെന്നിട്ട് തൊഴാൻ പറ്റും. ഇവിടുത്തെ ദേവീനെ അഖിലാണ്ടേശ്വരി ദേവി എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്ന ഗോപുരവും ഈ എൻട്രൻസും ദേവിയുടെ നടയാണിത്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ശിവൻ പ്രത്യേകമായിട്ട്, ദേവി പ്രത്യേകമായിട്ട്, അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിലും ദേവി പ്രത്യേകമായിട്ടായിരിക്കുന്നത്. അതൊരു സന്നിധിയായിട്ട് തന്നെ മാറ്റിയ ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പോയപ്പം ഒരു 11 മണിക്ക് ശേഷമാണ് പോയത്. അപ്പം നമ്മൾ ശ്രീരംഗം ക്ഷേത്രം ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ ശ്രീരംഗ ക്ഷേത്രത്തിൽ പോയി രാവിലെ തൊഴുതിട്ട് ഇവിടെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പൂജയൊക്കെ കാണാൻ പറ്റും. പൂജാരി തന്നെ പട്ടുസാരി, ചുമന്ന പട്ടുസാരി ഉടുത്തിട്ട് വന്നിട്ടാണ് ഇവിടെ വന്ന് പൂജ ചെയ്യുന്നത്. അത് മേളതാളത്തോടുകൂടി ആനയോടുകൂടിയൊക്കെയാണ് പൂജാരി ഇവിടെ വന്ന് കയറുന്നത് ദേവീ നടയിൽ. അപ്പം നമ്മൾ അത് വന്ന് കയറിയിട്ട് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പൂജാരി അകത്തിരുന്ന് നല്ല രസമാണ്. ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ നമ്മൾ മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. അത് കാരണം എല്ലാവരും ഈ തിരുവാനിക്കാവൽ ജംബുലിംഗേശ്വര ക്ഷേത്രം തിരുച്ചിനാപ്പള്ളി ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും വരണം കേട്ടോ. ശ്രീരംഗം വരണം, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ വന്ന് തീർച്ചയായിട്ടും കണ്ടു തൊഴണം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ദേവിയുടെ ചെവിയിൽ താടങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഭരണം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യകാലത്ത് ഈ ദേവി വളരെ ഉഗ്രസ്വരൂപിണിയായിരുന്നു, ഈ അഖിലാണ്ടേശ്വരി ദേവി. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ സ്വാമികൾ വന്നിട്ടാണ് ഈ താടങ്കത്തിലേക്ക് ആ ശക്തിയെ ആവാഹിച്ച് ഇടിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇടി. അപ്പോൾ രാവിലെ നട തുറന്നാലും 9 മണിക്ക് ശേഷം അലങ്കാരത്തോടു കൂടിയാണ് ആ താടങ്കം ഇട്ട് തൊഴാൻ പറ്റുന്നത്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു, ആ താടങ്കം കണ്ടു തൊഴണമെന്ന് പറഞ്ഞു. അതുവരെ ലളിതാ സഹസ്രനാമം ജപിക്കുമായിരുന്നു. ഞാനിത് പറയാൻ കാരണം ആ താടങ്കത്തിൻ്റെ ശക്തി നമ്മളത് കണ്ടു തൊഴുതാൽ നമുക്ക് കാര്യസിദ്ധിക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. മെയിനായിട്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ കല്യാണം നടക്കാനായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അതൊന്ന് നമുക്കിവിടെ ഒന്ന് കണ്ടു തൊഴുതാൽ അത് വിശേഷ നമുക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് പറയണത്. ഇതുപോലെ തന്നെ പഠിത്തത്തിനും വളരെ നല്ലതെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ അലങ്കാരം സരസ്വതീനെ പോലെയാണെന്നാണ് പറയണത്. ഞാൻ വൈകുന്നേരം വന്നിട്ടില്ല, രാവിലെയാണ് ഞാൻ കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയും കൂടെ പറയുന്നുണ്ട്. അപ്പം ഈ താടങ്കം കാഞ്ചീപുരം ശങ്കരമഠത്തിനാണ് ഇതിൻ്റെ അവകാശം. എന്തെങ്കിലും കേടുകൂടുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ശങ്കരമഠമാണ് വീണ്ടും ഒരെണ്ണം പുതുക്കി പണിത് കൊണ്ടുവന്ന് കാഞ്ചീപുരത്തിൽ നിന്ന് ഇടുമെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള വായിച്ചിട്ടുള്ള ഇൻഫർമേഷൻസാണിത്. ഈ നമ്മൾ പ്രദർശനം വെച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ചില ഇതൊക്കെ കാണാൻ പറ്റും. ചില നടകൾ ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടത് ശനീശ്വര ഭഗവാന്റെ ഒരു പ്രത്യേക നട ഞാൻ കണ്ടു. ആ നടയിൽ നമ്മൾ പോകുമ്പോഴേക്കും അമ്മയായ ഛായാദേവി, ഭാര്യ ജ്യേഷ്ഠാദേവി, പിന്നെ ഗുളികൻ, മാന്തി, അങ്ങനെ എല്ലാവരുമായിട്ട് കുടുംബമായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ചെറിയ ആ അമ്പലത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റെപ്പ് കയറിയാൽ മതി, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കണ്ടു തൊഴുത് മനസ്സിലാക്കി നമ്മൾ തൊഴേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പ്രദർശനം വെച്ച് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതിനകത്ത് എന്താണോ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കയറി തൊഴുക. ചിലരെടുത്ത് ചോദിക്കുക, ഇതിൻ്റെ ഇപ്പം നടയിൽ പൂജാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിലും ചോദിച്ചാൽ പറയാം. വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ, ശനിദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറിക്കിട്ടാനായിട്ടുള്ളതും കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലത്തെ ശിവക്ഷേത്രങ്ങളൊക്കെ വളരെ പുരാതനമായിട്ടുള്ളത് ഒരുപാട് തമിഴ്നാട് ഈ ചോഴ രാജാക്കന്മാരുടെ ഇതിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചഭൂത സ്ഥലമായ ജലമാണ്. ഇതുപോലെ വേറെയും ഒരുപാട് ബാക്കി എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ